ഞാൻ വെറുതെ ഭംഗി വാക്ക് പറയുകയല്ല. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇപ്പൊ കിട്ടിയ 3 സീറ്റിൽ ഏതെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു മണ്ഡലത്തിലും ഞാൻ ക്യാമ്പയിന് പോയില്ല CPM-നെതിരായിട്ട്. ഞാൻ നിരപരാധിയായി അടങ്ങി ഒതുങ്ങി എന്റെ നേരെ വരുന്ന അസ്ത്രങ്ങളെ ഞാൻ മറുവസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചു കളയുന്നുള്ളതല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി ആരെയും ആക്രമിക്കുന്നില്ല. ആരുടെയും കുടുംബകാര്യം ഞാൻ പറയുന്നില്ല. ആരെയും ഞാൻ അശ്ലീലം കൊണ്ട് അഭിഷക്തരാക്കുന്ന ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും വിടത്തില്ല. പകുതിയിലുള്ളവർ പാർട്ടിയെ നയിച്ചില്ലെങ്കിൽ ഉള്ള പാർട്ടി കൂടി പോകും. 3 സീറ്റ് നിലനിർത്തും അടുത്തവണ. 30,000 വോട്ട് ഭൂരിപക്ഷം സഹിച്ചറിയാന്റെ 10,000 ചുരുങ്ങി. അത് അവിടുത്തെ സ്ഥാനാർത്ഥി ഇച്ചിരി ഉഷായിരുന്നെങ്കിൽ അപ്പോഴേ ജയിച്ചേക്കും. പിന്നെ എവിടെയാ? മാവേലിക്കര 25,000 വോട്ട് ഭൂരിപക്ഷം 10,000 ചുരുങ്ങി. നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു ഇവിടെ, അവിടെ വനിതയായിരുന്നു. അവിടെ CPM-ന്റെ ഷുവർ സീറ്റാണത്. എന്നാലും പോയി 10,000-15,000 വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ പോയി. 2 തവണ പ്രതിഭ 2 തവണ ജയിച്ചതാണ് തുടർച്ചയായി ഇവിടെ കായംകുളം. 20,000 വോട്ടിലാണ് ലിജു ജയിച്ചത്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം കായംകുളത്ത് ഒരാൾക്കും ഇന്നുവരെ കിട്ടിയിട്ടില്ല ലിജുവിനെന്താണ്. ഞാൻ ആദ്യം ജയിച്ചപ്പോൾ എനിക്ക് 3,500 ഉള്ളൂ. അതൊക്കെ വലിയ ഭൂരിപക്ഷം അന്നത്തെ. സച്ചിൻ പ്രഭാകരൻ 2,000-2,500 ഉണ്ടായത്. അപ്പോ ഈ സീറ്റൊന്നും ഇനി കിട്ടില്ല. ചേർത്താൽ 6,000 വോട്ടാ ഭൂരിപക്ഷം. അത് ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയതുകൊണ്ട് മാത്രമാണ്. അല്ലെ, സീറ്റ് കിട്ടത്തില്ല. അടുത്തവണ വല്ലതും കിട്ടുമോ? അടുത്തവണ ഞാൻ ഇറങ്ങുമല്ലോ ക്യാമ്പയിൻ. എനിക്ക് ഇറങ്ങണമല്ലോ അടുത്തവണ. ഞാൻ ഇറങ്ങില്ലല്ലോ ഇത്തവണ. ഞാൻ പക്ഷേ അമ്പലപ്പുഴയിലെടുത്ത നിലപാട് എല്ലായിടത്തും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം ഉണ്ടായതാണ് BD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരും. അങ്ങനെയാണത്. അവിടെ 2 സഖാക്കള് MLA-മാരായി. ഐസാപ്പൂറ്റി കഷ്ടിച്ചത് തോറ്റതാണ്. അത് അവരൊരു ടാക്ടിക്കലായ ഒരു തെറ്റ് കാണിച്ചതുകൊണ്ടാണ്. കോൺഗ്രസ് സുഹൃത്തുക്കൾ ക്ഷണിക്കണം. കോൺഗ്രസ് നമ്മൾ ചേരാൻ പാടില്ല. കോൺഗ്രസ് ചേരാൻ പാടില്ല എന്നവരൊക്കെ സ്വതന്ത്രമായിട്ട് വന്ന് മത്സരിച്ചിട്ട് അവർ പിന്നെ കോൺഗ്രസ് ചേരാൻ. അപ്പൊ പിന്നെ കടുത്ത കോൺഗ്രസ് വിരോധികളായ മാർക്സിസ്റ്റുകാരുടെ വോട്ട് കിട്ടിയില്ല. അത് അല്ല 1000 വോട്ടാണല്ലോ, വെറും 1000 വോട്ട്. അപ്പോഴവരെ അടുത്ത് പിടിച്ചു ബാലഗോപാലിനോട്, വെറും 1000 വോട്ട്. നമ്മള് ഒരു പാർട്ടിയിൽ ചേരുമ്പോൾ ജനമനസ്സ് അതിന് പരുവപ്പെട്ടില്ലെങ്കിൽ ജനങ്ങളൊപ്പം നമ്മളൊപ്പം വരില്ല. ഒരു ഭാഗത്ത് നിന്ന് പരുവപ്പെട്ട ശേഷം അത് എന്ത് തീരുമാനം വേണേലും എടുക്കാം. ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതി. അടുത്തവണ ഏത് സീറ്റ് കിട്ടുമെന്ന് കണ്ടറിയാം. ആർ നാസർക്ക് മത്സരിച്ച് ജയിച്ച് മന്ത്രിയാവട്ടെ. ഇതുവരെ ആവാൻ പറ്റിയില്ല. MLA പോലും ആയിട്ടില്ല ഇതുവരെ. വളരെ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്. ആഗ്രഹത്തെ ഞാൻ തള്ളിപ്പറയുന്നില്ല. കുറച്ച് തുമ്മായിരുന്നെങ്കിൽ ഞാൻ കൂടി പോയി വോട്ട് പിടിച്ച് ജയിപ്പിച്ചേനെ. ഇനിയിപ്പോ എന്തായാലും ഇല്ല. ഇതിന് ആഗ്രഹമുണ്ട്. സഹിച്ചറിയാൻ നിലനിർത്താൻ പറ്റുമോ സീറ്റിൽ? ഇല്ല, പറ്റത്തില്ല. ഏതെങ്കിലും സീറ്റ് വീണ്ടെടുക്കാൻ പറ്റുമോ? അരൂർ വീണ്ടെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അമ്പലപ്പുഴ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. ഹരിപ്പാട് കിടത്തേ ഇല്ല. കുട്ടനാട് ഒരു കാരണവശാലും കിടത്തില്ല. കോൺഗ്രസ് ചെയ്യാണ് കുട്ടനാട് മത്സരിച്ചെങ്കിൽ 25,000 വോട്ട് ജയിക്കും കേട്ടോ. 25,000 എഴുതി വെച്ചു. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാന പാർട്ടിയൊന്നും മത്സരിക്കുന്നില്ല. ഇവിടെ CPM-ഉം ഇല്ല, കോൺഗ്രസും ഇല്ല. മറ്റു പാർട്ടിക്കാണ് കൊടുക്കുന്നത്. അത് 5,000, 6,000, 7,000 വോട്ടിനൊക്കെ മെജോറിറ്റിയെ വരുന്നുള്ളൂ. ഇതായിരിക്കും സ്ഥിതി. ആലപ്പുഴ നഗരസഭ തിരിച്ചു കിട്ടുമോ? ഇനി കായംകുളം തിരിച്ചു കിട്ടുമോ? അതിന് ഏതെങ്കിലും പത്രക്കാരെ കൊണ്ട് കള്ള റിപ്പോർട്ട് എഴുതിച്ചിട്ട് വേണം. ഞാൻ കായംകുളം റെസ്റ്റ് ഹൌസിൽ പോയി മുറി അടച്ചിട്ട് ഏരിയ കമ്മിറ്റി മെമ്പറായ ശിവദാസനുമായി സംസാരിച്ചു. ശിവദാസൻ ആരാണാവോ ഈ മുറി അടച്ചിട്ടത്? ശിവദാസനോട് സംസാരിക്കാം. ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ. അവിടെ എല്ലാവരും മുറി അടച്ചിടും. കാരണം തൊട്ട് മുമ്പിൽ വരാന്തയാണ്. മനസ്സിലായില്ലേ? അവിടെ മുറി അടയ്ക്കും. അത് ആരാ അടയ്ക്കുന്നത്? അവിടുത്തെ ജോലിക്കാരാണ് അടയ്ക്കുന്നത്. ഒരു പത്രം എഴുതിയിരിക്കുകയാണ്, വലിയൊരു വാർത്തയാണ്. മുറി അടച്ചിട്ടുണ്ട് സംസാരിച്ചു. ഒരു ടെലിവിഷനിൽ കൊടുത്തു. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ചില മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചാലൊന്നും CPM-നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ അഴിമതിക്കെതിരെ പോരാടുക. ഇവിടുത്തെ അഴിമതി ഞാൻ പറഞ്ഞില്ലേ, ചൂണ്ടിക്കാണിച്ചില്ലേ? ഇത് കാണിച്ചതാരാ? CPM-കാരല്ലേ? ഒരു സ്കൂളിലെ കഥയാണിത്. ഒറ്റ സ്കൂളിലെ കഥ. പരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ PTA 3 തവണയായിട്ട് CPM-ആണ്. അത് പരിശോധിക്കണം. അവിടെ ഇതിനേക്കാൾ ഗുരുതരമായ അഴിമതിയുണ്ട്. അത് പരിശോധിക്കാൻ തയ്യാറാവണം. DD-യും DPI-യും എല്ലാം തയ്യാറാവണം.
PTA-കളെ സൂക്ഷിക്കണം. എല്ലായിടത്തും PTA-യുടെ പ്രസിഡന്റിനെ പോസ്റ്റ് ചെയ്യുകയാണ്. ക്ഷേത്ര കമ്മിറ്റികളിൽ ഒരാളെ പോസ്റ്റ് ചെയ്യുകയാണ്. വളരെ സൂത്രമായിട്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കോൺഗ്രസ്സുകാർ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം. ഈ PTA ആ സ്കൂളിലെ ഫണ്ട് വെട്ടിക്കുകയാണ്. ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ കണക്കിലെ ഒരു രസകരമായ കാര്യമുണ്ട്. വാട്ടർ അതോറിറ്റിയുടെയും PWയുടെയും ജില്ലാ പഞ്ചായത്തിലെ ഓഫീസുകൾ സന്ദർശിച്ചതിന് 22,261 രൂപ ചെലവ്. ഈ കണക്കിലുള്ളതാണ്. വാട്ടർ അതോറിറ്റിയുടെയും PWയുടെയും ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓഫീസുകളിൽ പോയതിന് ചെലവ് 22,261 രൂപ. ആലപ്പുഴ പോയിട്ട് വന്നാൽ ഇവിടെ ചെലവെഴുതി വെച്ചിരിക്കുക. മനസ്സിലായില്ല. പക്ഷെ ഇവിടുന്ന് വിമാനം പിടിച്ച് അവിടെ പോകാനും അവിടെ വിമാനം ഇറങ്ങത്തില്ല. ഇതിന്റെ മുമ്പിൽ വിമാനമാണെങ്കിൽ മാത്രമേ ഇത്രയും ചെലവാകത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ്. ഇതേപ്പറ്റി അന്വേഷണം വേണം, അന്വേഷണം വേണം. കുറ്റവാളികളെ മുഴുവൻ വെളിയിൽ കൊണ്ടുവരണം. ഈ ദുർച്ചെലവുകളെല്ലാം ഇവരുടെ കയ്യിൽ ഈടാക്കുകയാണ് വേണ്ടത്. അതിന് നടപടി ഉണ്ടാകുമെന്ന് ഞാൻ ന്യായമായും പ്രതീക്ഷിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി. ഇവിടുത്തെ SMCയുടെ പ്രസിഡന്റ് 9 ക്രിമിനൽ കേസ് പ്രതിയാണ്. SMCയുടെ പ്രസിഡന്റിനെ പിടിച്ചു വെച്ചേക്കുന്നത് 9 ക്രിമിനൽ കേസ് പ്രതിയാണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. 92 പേരായിട്ട് പങ്കെടുത്ത ഒരു യോഗത്തിൽ 1400. 9. അപ്പൊ ഈ കേസിന് പ്രതിയായി കാണും. ഇപ്പോ 10ാമത്തെ കേസിൽ പ്രതിയായി. ആ പ്രതിയാണ് അയാൾ. പ്രതിയാണ്. വേറെ ആരും ഇവിടെ കൊടുക്കാനില്ലേ? റിട്ടയർ ചെയ്ത അധ്യാപകരില്ലേ? വിദ്യാസമ്പന്നരായ മനുഷ്യരില്ലേ? അവരെ കൊടുത്തൂടെ? അവരെ കൊടുത്താൽ ഈ പറ്റേ പണി നടക്കത്തില്ല. നേരത്തെ പറഞ്ഞ ഈ സാമ്പത്തിക പ്രശ്നമല്ലേ കൊടുത്തിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ട്രാൻസ്പോർട്ട് ബസ് ഓടിയപ്പോൾ അമ്പലപ്പുഴ ജംഗ്ഷൻ തടഞ്ഞു ചെയ്ത് ഡ്രൈവറെ തല്ലി, താഴെ വലിച്ചിട്ട് തല്ലി. ഓർമ്മയുണ്ടല്ലോ. അമ്പലപ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ അകത്ത് കയറി അടിച്ചു. സൗത്ത് നോർത്ത് പഞ്ചായത്ത് ഓഫീസിൽ അകത്ത് കയറി അടിക്കാൻ ചെന്നപ്പോൾ ജീവനക്കാരെ സമ്മതിച്ചില്ല. അവർ തടസ്സം. പാലത്തറ എന്ന് പറയുന്ന പ്രശസ്തരായ ഒരു കോൺട്രാക്ടർ. നമ്മുടെ ഈ റോഡെല്ലാം പുള്ളി 10 വർഷമായിട്ട് കിടക്കാണ് ഈ റോഡുകൾ. അതിഗംഭീരമായിട്ട് വരുന്നു. 10 പൈസ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. 10 പൈസ. എന്നാൽ വാങ്ങിയില്ല എന്ന് പറയാനൊക്കില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ കഴിഞ്ഞ തവണത്തെ MLA സ്ഥാനാർത്ഥിയായപ്പോൾ പൈസ പിരിക്കണം. ഞാൻ എന്റെ ഇലക്ഷൻ ഒന്നും പൈസ പിരിക്കാറില്ല. ആളുടെ പൈസ തരും, അത് ചെലവഴിക്കും, അത് കണക്കെഴുതി വെക്കും. ഒരു പൈസ ഞാൻ ആരോടും ചോദിക്കാറില്ല. ഞാൻ ആദ്യമായിട്ട് ചോദിച്ചു ഒരു 5 ലക്ഷം രൂപ തരണം. അതെന്തിനാ? അത് ഞാൻ തരത്തില്ല. കാരണം 3 ലക്ഷം തന്നു, പിന്നെ 2 ലക്ഷം തന്നു. ആ 2 ലക്ഷം ഞാൻ തിരിച്ചു കൊടുത്തു. ആ 3 ലക്ഷം രൂപ അടക്കം 14 ലക്ഷം രൂപ കിട്ടി ഞാൻ ഇവിടെ കൊടുക്കുകയും ചെയ്തു. K. പ്രസാദ് എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയുടെ കയ്യിലാണ് ഇവിടുത്തെ ചാർട്ടർക്കാരുണ്ട്. അത് റിപ്പോർട്ട് എഴുതിയപ്പോൾ 7 ലക്ഷം എന്ന് എഴുതി വെച്ചു. ഞാൻ കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. ടൈപ്പ് ചെയ്ത് ഞാൻ തിരുത്താൻ പറഞ്ഞു 17 ലക്ഷമാണ്. ആ 17 ലക്ഷം കൊടുത്തു. മനസ്സിലായി. ഞാൻ ഇലക്ഷന് മത്സരിക്കുന്നില്ല. എനിക്ക് പാർലമെന്റ് രംഗത്ത് 5 വർഷമില്ല. അത് മനസ്സിലായി. പിന്നെ അതിന് പൈസ തരില്ല. എനിക്ക് ആവശ്യമില്ല പൈസ. അത്ര കിട്ടിയുള്ളത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഞാനങ്ങനെ സഹായിച്ചു. അപ്പോഴും ഞാൻ സഹായിക്കാനുണ്ടായത് 11,000 വോട്ട് ജയിച്ചു. അപ്പൊ വോട്ട് കുറഞ്ഞു പോയി. ഈ സ്ഥാനം 20,000 കിട്ടി. എനിക്ക് 11,000 കിട്ടി. ഈ കൊച്ചു പിള്ളേർ മടങ്ങുന്ന പോലെയാ പറയുന്നത്. എനിക്ക് ഇത്ര കിട്ടി, ചേട്ടന് ഇത്ര കിട്ടി, എനിക്കെന്താ അതിനകത്ത് ചോദിക്കാൻ പറ്റും? അങ്ങനെയാണോ? അന്വേഷണം, ഇടപെടൽ പിന്നെ അന്വേഷണം ആയിക്കോട്ടെ. അപ്പൊ അദ്ദേഹം തന്നെ നമുക്കെതിരെ മത്സരിച്ചു. അപ്പൊ എനിക്ക് 75,000, അദ്ദേഹത്തിന് 46,000.